ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ, ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം ദൈവം പെട്ടെന്ന് ഉത്തരവാദിത്തട്ടെ. ഈ വർഷം തന്നെ അതെല്ലാം നിങ്ങൾക്ക് നടക്കട്ടെ. മക്കൾ ലോകത്തിൽ ഇന്നതിരെ ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകട്ടെ. അസ്വസ്ഥതകളെല്ലാം മാറി എൻ്റെ ദൈവമോ ഈ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശു പൂർണ്ണമായും തീർത്തു തരും. ഈ വചനം നിങ്ങളുടെ കുടുംബങ്ങളെ ചെയ്യട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും, മാനസികവും സാമ്പത്തികവും എല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയി ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് തരട്ടെ. അപ്പം വചനം വായിച്ചു വചനം തന്നെയാണ് പറയണത്. വചനമാണ് നമ്മളെ യേശുവിൻ്റെ സ്വഭാവത്തോടൊപ്പം ആക്കണം, യേശുവിൻ്റെ ദൈവരാജ്യത്തിലാക്കണം. എല്ലാം വചനമാണ്. വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ല. നീ അറിയാത്ത മഹത്വവും അഗോചരവുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കുക. അപ്പോൾ നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തിൽ നമുക്ക് ദൈവത്തിന് ഭാവി, ഭൂതം, വർത്തമാനം ഒന്നേ ഉള്ളൂ. വർത്തമാനം നമുക്കാണ് നാളെ എന്നാന്ന് അറിയാൻ പാടില്ല. കഴിഞ്ഞത് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. നമുക്ക് ഇപ്പം എന്നാന്ന് അറിയാവുള്ളൂ. ഈ അടുത്ത നിമിഷം നമുക്ക് എന്നാന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതെല്ലാം അറിയുന്നവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ ആ പദ്ധതി, ഇതിനെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള അല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ജെറമ്യ 29:11 പറയുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അപ്പോൾ ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവൻ്റെ പുറകെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടരും. അപ്പം നമ്മൾ മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. ചുമ്മാ ഈ ഏതാണ്ട് ഇച്ചിരി ബുദ്ധിയെന്ന് പറയുമ്പോൾ ദൈവമില്ല, പള്ളി പോകില്ല, അമ്പലത്തിൽ പോകില്ല. ഏത് ദൈവവും നമ്മളോട് നന്നാകാനാണ് പറയണത്, നാട്ടുകാരോട് നന്നാകാനല്ല പറയണേ. ഞാൻ നന്നാകാനാണ് പറയണേ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ പാകത്തിന് എന്നെ തന്നെ ശുദ്ധീകരിക്കാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നാൽ മാത്രമേ നമുക്ക് ബുദ്ധി ഉണ്ടാവുകയുള്ളൂ, നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ, ബോധം ഉണ്ടായാലല്ലേ ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ. ആ ബോധത്തിൻ്റെ ആത്മാവ് വസിക്കാൻ പാകത്തിന് നമ്മൾ തന്നെ നമ്മളെ ക്ലിയർ ആക്കുക. ജഡ സ്വഭാവം മാറ്റി ദൈവിക സ്വഭാവത്തിന് അനുരൂപപ്പെടുക. ഓരോ മിനിറ്റ് അനുനിമിഷം രൂപാന്തരപ്പെട്ട് നമുക്ക് യേശുവിൻ്റെ സ്വഭാവത്തോടൊപ്പം ആകാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയറിൻ്റെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഇനി ചെയ്യാറായിട്ടോ. രണ്ടാമത് ഇങ്ങനെ പയ്യെ ഞാൻ ഉടനെ വേണം. എനിക്ക് ചുമയൊക്കെ ഉള്ള കാരണം അത് മാറണം നോക്കിയിരിക്കുക. ഇങ്ങനെ ചെയ്യണം. ഇത് കണ്ടോ, ഇവിടെ ഫ്രണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ മുഖമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇവിടം കൊണ്ട് ഇങ്ങനെ. പിന്നെ കളർ എപ്പോഴും ചെയ്യണത് ഈ ഫ്രണ്ടിലല്ലോ. അങ്ങനെ ബാക്ക് പൊങ്ങി തുടങ്ങി. 8 മാസത്തിൽ കൂളായി. ഇങ്ങനെ നമുക്ക് കൈ പിടിക്കുമ്പോഴൊക്കെ ഒരു പരിവരുപ്പ്. അപ്പോൾ ഒന്ന് ചെയ്യണം. അപ്പോൾ കരാട്ടിനാണ് ഞാൻ എപ്പോഴും ചെയ്യണേ. മുടി ഡ്രൈനെസ് മാറും, അതുമല്ല സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടന്നോളും. പിന്നെ കളർ ചെയ്യണ മുടിയിൽ നമുക്ക് സിൽക്കി ആയിട്ട് കിട്ടാൻ ഇത് മാത്രമേ കരാട്ടിൻ കവറിങ്ങാണ്, ഓർഗാനിക്കാണ്. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് നമ്മൾ ചെയ്യണ ഏറ്റവും അപ്ഡേഷൻ ഉള്ള സാധനം. അടിപൊളി ബ്രാൻഡഡ് കമ്പനിയാണ്. നമ്മൾ എന്തും ബ്യൂട്ടി പാർലറിൽ കയറി ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് യൂസ് ചെയ്യാവുള്ളൂ. അതിൽ കാശ് പിശിക്കരുത് കേട്ടോ. ഉള്ളിൽ കഴിക്കണ മരുന്നുകളായാലും എല്ലാം നല്ല കമ്പനികളുടെ നല്ലതേ കഴിക്കാവുള്ളൂ. തലയിൽ തേക്കണത് ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, വസ്ത്രവും സ്വർണ്ണവും ഒക്കെ ഒന്നും വില കൂടി തീർണമെന്നില്ല. പക്ഷെ നമ്മുടെ ദേഹത്തായിട്ട് ഇത് ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിര. ഇതിനെ ഭയങ്കരമായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ചുരുങ്ങി പോകാണ്ട് ഇടയ്ക്കൊരു ഫേഷ്യൽ ചെയ്യുക, പെഡിക്യൂർ ചെയ്യുക. അതൊക്കെ ആരോഗ്യത്തിന് എന്ത് നല്ലതെന്ന് പറയാം. പെഡിക്യൂർ എന്നായാലും ചെയ്യണം കേട്ടോ. നഖമൊക്കെ എനിക്കെല്ലാവരും കുഞ്ഞ് നഖമൊന്നും വെട്ടാൻ പറ്റില്ല. നഖമൊക്കെ കാലൊക്കെ എന്ത് വൃത്തിയാവും എന്നറിയാം. കഴിഞ്ഞ ദിവസം എൻ്റെ കാല് കണ്ടിട്ട് ഈ വെയിലടിച്ച റോഡൊക്കെ ക്രോസ് ചെയ്തേ ഭയങ്കര വൃത്തിയായിട്ടിരിക്കുക. എന്നാൽ പെഡിക്യൂറൊക്കെ ചെയ്തപ്പോൾ എന്ത് മനോഹരമായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പാ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കാശ് പോകുമല്ലോ, അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിൻ്റെ അധ്വാനഫലം നീ ഭക്ഷിക്കും. അത് ഭക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പല ആശുപത്രിയിൽ കൊണ്ട് ആ കാശ് കളയേണ്ടി വരും. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് നമ്മൾ നന്നായിട്ട് ഹെൽത്തിൻ്റെ റിസൾട്ടാട്ടോ. സ്കിന്നിൻ്റെ ഗ്ലോ, മുടി, കണ്ണ്, കാഴ്ച എല്ലാം ഹെൽത്തിൻ്റെ റിസൾട്ടാണ്. നമുക്ക് ആരോഗ്യം കുറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതിനെയൊക്കെ ബാധിക്കും, മുടിയൊക്കെ കൊഴിയും. അപ്പം മുട്ട മസ്റ്റായിട്ട് കഴിക്കുക. എന്തെങ്കിലും ഒരു വിറ്റാമിൻ ഗുളിക ഇടയ്ക്കൊക്കെ കഴിക്കുക. വിറ്റാമിൻ D3 ചെക്ക് ചെയ്യുക. പച്ച കളറുള്ള നാച്ചുറൽ വീട്ടിൽ കുറച്ച് ഗ്രോ ബാഗൊക്കെ മേടിച്ച് അവനവൻ പച്ചക്കറിയൊക്കെ നടുക. പച്ച കളറുള്ള ഫുഡൊക്കെ കഴിക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കപ്ലങ്ങയൊക്കെ എപ്പോഴും നിൽക്കുക. ഞാൻ നമ്മുടെ കാര്യമൊക്കെ കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. പിന്നെ ഒരു കല്യാണമൊക്കെ ചുരുങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അടുത്ത മാസം ഒത്തിരി കല്യാണം ഉണ്ട്, അതിൻ്റെ ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ മേക്കപ്പൊക്കെ ബുക്ക് ചെയ്യുക. നമ്മൾ നാച്ചുറലായിട്ട് ഒട്ടും മേക്കപ്പ് അധികം ഇല്ലാണ്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഫോട്ടോ നാച്ചുറൽ ലുക്കിൽ ഇങ്ങനെ
ഒത്തിരി പൊട്ടിയിട്ട് ആൾ തിരിച്ചറിയാൻ പാടാകുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പോൾ ഈ മോക്ക് എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തേക്കണം. കാരണം എന്താ വെച്ചാൽ മോക്ക് ഭയങ്കര കുഴിയായിരുന്നു, ഇങ്ങനെ ഭയങ്കര വലിയ കുഴികളുണ്ടായിരുന്നു അങ്ങനെ സ്കിന്നിലെ കുരു. അത് കുരു വരുമ്പോൾ നിങ്ങൾ ക്ലീനപ്പ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ കുരുവിൻ്റെ ആ ഇത് ഉണങ്ങി ചാടുമ്പോൾ വലിയൊരു കുഞ്ഞു കുഞ്ഞു കുഴികൾ വരും. നമ്മൾ മുഖക്കുരുവുള്ളവർ ക്ലീനപ്പ് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യണം കേട്ടോ. ഡ്രൈ സ്കിന്നുകാരല്ല മുഖക്കുരുവുള്ളവർ. ഫേഷ്യലൊക്കെ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ മതി ഡ്രൈ സ്കിന്നുകാർക്ക്. മുഖക്കുരുവുള്ളവരും ഓയിലി സ്കിന്നുകാരും ക്ലീനപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഡ്രൈ ആകുമ്പോൾ മാത്രം ഫേഷ്യലിൻ്റെ ആവശ്യമുള്ളൂ. സ്പായൊക്കെ എല്ലാവർക്കും എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ നമുക്കിനി അതിമനോഹരമായ വീഡിയോസ് കണ്ടാലോ. ഇന്ന് പാർക്കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആട്ടോ. യേശുവിൻ്റെ കൃപയാൽ നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇവരുടെ കസിൻ്റെ ഞാൻ ഒരുക്കിയതാ. പാറുവിന് സിമ്പിൾ മേക്കപ്പ്, ഒത്തിരി മേക്കപ്പ് തോന്നിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പ് കിട്ടണ ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടമല്ല ഒത്തിരി ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കണേ. അവരവരുടെ അഭിപ്രായം ഒരു അവനോ ഞാൻ അറിയണം തിരിച്ച്. അങ്ങനെ കൊച്ചിന് ആഗ്രഹമായിരുന്നു. കൊച്ചിൻ്റെ ഒരു കസിനെ ഒരുക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കൊച്ചൊരുങ്ങാൻ വന്നിട്ടില്ല. അങ്ങനെ കൊച്ചിൻ്റെ കല്യാണം ഉറക്കം കിട്ടി. അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ കൊച്ചിൻ്റെ കല്യാണമാണ്. അന്നേരം നമുക്ക് ഫോട്ടോയും വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, സമാധാനം, സന്തോഷം, സ്വസ്ഥത, സമ്പൽ സമൃദ്ധി, അനുഗ്രഹിക്കപ്പെട്ട തലമുറ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, വീഡിയോ കാണുന്നവരാണ്. ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തവരെ. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ശരി. എന്താ പാർവതിക്കുട്ടി മധുരംഗത്തിൻ്റെ ഒരുക്കത്തിലാട്ടോ. ഒരുക്കമൊക്കെ കഴിഞ്ഞു. മേക്കപ്പൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇന്ന് മൊത്തം ഹാഫ് സാരി ഇതൊക്കെ കണ്ടിട്ട് ഞാനൊക്കെ ഞങ്ങളുടെ കാലം ഹാഫ് സാരികളൊക്കെ അന്നൊരു വൈറ്റായിരുന്നു എല്ലാത്തിൻ്റെയും കൂടെ. എന്ത് രസമല്ല ഹാഫ് സാരി കണ്ടിട്ട്. സിമ്പിളായിട്ട് ഒരു വലിയ ചെറിയ പരിപാടി ഇല്ല ഇന്ന്. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ സിമ്പിളാണ്. മുടിയൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. മുടിയൊന്നും വേണ്ട. കൊച്ചിൻ്റെ സ്വന്തം മുടിയാട്ടോ. ഒരു വെപ്പൊന്നും കേട്ടോ. ഒറിജിനൽ കൊച്ചിൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങി കുറച്ച് ലിറ്റിലായിട്ട് എല്ലാം. അപ്പോൾ ഇങ്ങനെ എല്ലാം നിങ്ങൾക്കുടെ ഇഷ്ടം. ഇതെല്ലാം കൊച്ചിൻ്റെ ഇഷ്ടത്തിനാട്ടോ. കൊച്ചു പറയണു കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനൊക്കെ എയർ ബ്രഷാണ് ചെയ്തത് കൊച്ചിന്. അപ്പോൾ ഇതിന് സിമ്പിൾ മതി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരുക്കിയേക്കണേ. അപ്പോൾ ഏത് മേക്കപ്പ് വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ കല്യാണം ഒരുങ്ങാനുള്ളവരൊക്കെ രേവതി ബ്യൂട്ടി പാർലർ സമീപിക്കുക. ശരി. മോക്കടെ കല്യാണത്തിൻ്റെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. തിരക്ക് പിടിച്ച. അപ്പോൾ രാവിലെ മുഹൂർത്തമൊക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ ഒരുങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇന്ന് ചെറിയ ടെൻഷനാണ്. കഴിഞ്ഞ 2 ദിവസം ഭയങ്കര ചിരിയും കളിയായിരുന്നു. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. മൊത്തം ടെൻഷനാണ്. അപ്പോൾ ടെൻഷനൊക്കെ മാറിപ്പോട്ടെ. ദൈവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മുടിയുടെ പുറകൊക്കെ ചുമ്മാ പണ്ടത്തെ പോലെ നമ്മൾ ഓർഡിനറി ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. എന്നും വട്ടത്തിൽ വെക്കുന്ന സ്റ്റൈലല്ല, ഇങ്ങനെ മുല്ലപ്പൂ വെച്ച പുതിയൊരു സ്റ്റൈൽ ഓരോന്ന് കൊച്ചിന് ഇത് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതിമനോഹരമായിട്ട് മജന്തയിൽ ഇത് സൂപ്പറായിട്ടിരിക്കണം. അപ്പോൾ മുരുകാനുള്ളവരെല്ലാം കൊണ്ടിപ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ ശരി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമോ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കപ്പ് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടൂല. മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെ വീഡിയോ പിടിക്കേണ്ട. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു അല്ലേ അതിൻ്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ് ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും പാർലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് വർക്ക് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാൽ കിട്ടട്ടെ. ഇത്രയും അകലെ വന്നെയല്ലേ.
അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെ ഞാൻ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതേ ഇപ്പോൾ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്ന കൊച്ചായിരുന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, നാവിൽ അതിന് അടിമയായിക്കോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖവും നമ്മുടെ ശരീരത്തിൽ വാഴില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മളീ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നിടത്തേക്ക് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസ്സും തരാൻ മതിയായാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ചിക്കപ്പി വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവുന്നത്. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരണം, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല റിക്കോർഡാണ്. അവിടുന്ന് ഇപ്പം എന്ത് വന്നാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്. ഈ മുടി ഹെയർ മേക്കോറിന് വന്നതാണേ. അപ്പം ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത് എന്നിട്ട് മുടിയൊക്കെ പ്രസിയായി പൊട്ടയായി. ഞങ്ങൾ പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നോക്കുക. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത് അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ പരസ്യത്തിന് വരണ പോലെയാവും ഈ പൊടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എന്താ ചെയ്യുക. അപ്പൊ ശരി എന്നാ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ മുടി കണ്ടോ. ഇപ്പൊ ആ മുടി അവിടെ നോക്കിക്കേ. തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ.
അപ്പൊ ഇനി 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ എൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പം നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പണ്ട് പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ, തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ട പറഞ്ഞേ. വലിയൊരു ബിസിനസ് വേണ്ടിയാണ് ചെയ്തത്, പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിരിക്കും. സൂപ്പർ സംഭവം. ശരി എന്നാ.